സ്പർശിക്കുന്ന വാർത്തകളുമായി ഫോക്കസ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സോളാർ കേസിൽ ഒരന്വേഷണത്തോടും അലർജിയില്ലെന്ന മുഖ്യമന്ത്രി. പോലീസ് അന്വേഷണത്തിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണമാകാം. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമമെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിക്കെതിരെ തിരൂരിൽ ഇടത് യുവജന സംഘടനകളുടെ കരിങ്കൊടി. കുന്നമംഗലത്തെ ചടങ്ങ് മുഖ്യമന്ത്രി റദ്ദാക്കി. രഹസ്യമായി ചിലത് പറഞ്ഞ സരിത പറയാനുള്ളതെല്ലാം എഴുതി നൽകണമെന്ന് എറണാകുളം ചീഫ് മജിസ്ട്രേറ്റ് കോടതി. കേസിന്റെ ഗതി മാറ്റിയേക്കാമെന്ന് സരിതയുടെ അഭിഭാഷകൻ. ടെനി ജോപ്പന് പണം നൽകിയെന്ന് സരിതയും ബിജുവും. ശാലു മേനോന്റെ ജാമ്യാപേക്ഷ തള്ളി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള മാർഗരേഖ മന്ത്രി അറിഞ്ഞില്ല. സെക്രട്ടറി ഉത്തരവിറക്കിയത് തന്നോട് ആലോചിക്കാതെയെന്ന് മന്ത്രി അബ്ദുറബ്ബ്. കുമളിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും പീഡനത്തിനിരയായ 4.5 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടി ദ്രവരൂപത്തിലുള്ള ആഹാരം കഴിച്ചു തുടങ്ങിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തലസ്ഥാനത്ത് പട്ടാപ്പകൽ വൻ കവർച്ച. ബൈക്കിലെത്തിയ സംഘം 36 ലക്ഷം രൂപ തട്ടിയെടുത്തു. സംഭവത്തിൽ 3 അന്യസംസ്ഥാന തൊഴിലാളികൾ കോവളത്ത് പിടിയിൽ. വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ലോറി ഉടമ സംഘടനകളുടെ സമരം. ചരക്ക് ലോറികൾ കടത്തിവിടില്ല. സമരം പരിശോധനകൾക്കായി ലോറികൾ അധിക നേരം തടഞ്ഞുവെക്കുന്നതിൽ പ്രതിഷേധിച്ച്. ഫോക്കസ് കേരളത്തിലേക്ക് വിശദമായി. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തോട് അലർജിയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എന്നാൽ ആദ്യം നടക്കേണ്ടത് പോലീസ് അന്വേഷണമാണ്. സർക്കാരിനെ താഴെയിടാനുള്ള ഇടത് ഗൂഢാലോചനയാണ് സോളാർ വിവാദമെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. കോഴിക്കോട് ഡിസിസി ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ഗവൺമെന്റിന് ഒരന്വേഷണത്തോടും ഒരു അലർജിയുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നിർബന്ധമാണ്, കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല. ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ അതിന്റെ മറവിൽ കുറ്റവാളികൾക്ക് കോടതിയെ അഭയം പ്രാപിക്കാനും അന്വേഷണം മരവിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും ഒക്കെ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ആദ്യം, അത് കഴിഞ്ഞിട്ട് അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ, അത് പോരാ എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ തുറന്ന മനസ്സോടെ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സരിത നായർ കോടതിയിൽ രഹസ്യമായി ചില വിവരങ്ങൾ വെളിപ്പെടുത്തി. എറണാകുളം അഡീഷണൽ CJM കോടതിയിലായിരുന്നു വെളിപ്പെടുത്തൽ. അന്വേഷണ സംഘത്തിനെതിരെയാണ് സരിതയുടെ മൊഴിയെന്നാണ് സൂചന. രാവിലെ 11-നാണ് ബിജു രാധാകൃഷ്ണനെയും സരിതാ നായരെയും കൊച്ചിയിലെ കോടതിയിൽ എത്തിച്ചത്. തനിക്ക് ചില കാര്യങ്ങൾ രഹസ്യമായി പറയാനുണ്ടെന്ന് ഇതിനിടെ സരിത കോടതിയോട് പറഞ്ഞു. മൊഴി രേഖപ്പെടുത്തണമെങ്കിൽ സർക്കാർ അഭിഭാഷകരെത്തണമെന്ന് ACJM നിലപാടറിയിച്ചു. സരിതയുടെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്താൻ ഉച്ചയ്ക്ക് 1:30 കോടതി വീണ്ടും ചേർന്നു. കോടതി മുറിയിൽ ഉണ്ടായിരുന്നവരെയെല്ലാം പുറത്താക്കിയ ശേഷമാണ് മൊഴിയെടുത്തത്. പറയാനുള്ളതെല്ലാം എഴുതി നൽകാനും കോടതി നിർദ്ദേശിച്ചു. 20 മിനിറ്റ് കൊണ്ട് നടപടി പൂർത്തിയാക്കി. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതേവരെ പുറത്തുവരാത്ത ചില പേരുകളും കാര്യങ്ങളും സരിത കോടതിയോട് വെളിപ്പെടുത്തിയതായി അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ കോടതി നിർദ്ദേശമുള്ളതിനാൽ പുറത്തു പറയില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? അത് കോൺഫിഡൻഷ്യൽ ആണ്. തുടർന്ന് ബിജുവിനെയും സരിതയെയും പത്തനംതിട്ട ജയിലിലേക്ക് മാറ്റി. ഇതിനിടെ കേസിലെ മറ്റൊരു പ്രതിയായ ശാലു മേനോന്റെ ജാമ്യാപേക്ഷ പെരുമ്പാവൂർ കോടതി തള്ളി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കിയ ശാലു മേനോനെ റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സോളാർ തട്ടിപ്പ് കേസിൽ ടെനി ജോപ്പനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന് അന്വേഷണ സംഘം പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ കോടതി ഈ മാസം 22-ന് വിധി പറയും. ടെനി ജോപ്പന് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് 2 ലക്ഷം രൂപ നൽകിയതായി സരിതയുടെ മൊഴിയും പുറത്തുവന്നു. എറണാകുളത്ത് വെച്ച് ബിജുവിനെയും സരിതയെയും ഒരുമിച്ച് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് പണം കൈമാറിയ കാര്യം സരിത സമ്മതിച്ചത്. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ വിട്ട ഫിറോസിന് ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ടീം സോളാർ കമ്പനി 2 തവണ ചെക്ക് നൽകിയതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. 2 തവണയും 2 ലക്ഷം രൂപയുടെ ചെക്കാണ് നൽകിയത്. ഇതിൽ രണ്ടാമത്തെ തവണ നൽകിയത് വണ്ടിച്ചെക്കായിരുന്നു. ടീം സോളാറിന്റെ പേരിൽ സിഇഒ ബിജു രാധാകൃഷ്ണനാണ് ചെക്ക് കൈമാറിയത്. ചെക്ക് മടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിയമോപദേശം ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരമുള്ള മറുപടിയിൽ പറയുന്നു. വേറെ ആരും വണ്ടിച്ചെക്ക് നൽകി മുഖ്യമന്ത്രിയെ തട്ടിപ്പിനിരയാക്കിയിട്ടില്ല എന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നു. ടീം സോളാർ നൽകിയ അവാർഡ് തുക തിരികെ നൽകുമെന്ന് കൊച്ചി മേയർ ടോണി ചമ്മണിയും മമ്മൂട്ടിയും അറിയിച്ചു. മമ്മൂട്ടിക്ക് 10 ലക്ഷം നൽകിയെന്ന് സരിതയും ബിജുവും മൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, 10 ലക്ഷം നൽകിയതായി ഇവരും സമ്മതിക്കുന്നുണ്ടോ, അതോ എത്ര തുക നൽകിയെന്നാണ് ഇപ്പോൾ ടോണി ചമ്മണിയും മമ്മൂട്ടിയും പറയുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ബിജു രാധാകൃഷ്ണനെയും സരിതയും ചോദ്യം ചെയ്തപ്പോഴാണ് കൊച്ചിയിൽ നടന്ന ഒരു അവാർഡ് നിശ്ചയുടെ ഭാഗമായി മമ്മൂട്ടിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞത്. 50,000 രൂപ ചെക്കായും ബാക്കി 9.5 ലക്ഷം രൂപ അൺഅക്കൌണ്ടഡ് മണി എന്ന പേരിൽ നൽകി എന്നാണ് പറഞ്ഞിരുന്നത്. ബിജു രാധാകൃഷ്ണൻ ഈ പണം കൈമാറിയെന്നും പോലീസോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ മൊഴിയായി പോലീസിന്റെ രേഖകളിൽ ഇക്കാര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഇത്തരത്തിലൊരു പണം വാങ്ങിയിട്ടില്ല, താൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്റെ കൈവശമുള്ള രേഖ ടീം സോളാർ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഒരു അവാർഡ് ദാന ചടങ്ങിന്റെ ചിലവുകളുടെ പട്ടികയാണ്. 6 പേർക്കാണ് അന്ന് അവാർഡ് കൊടുത്തത്. മമ്മൂട്ടി, ടോണി ചമ്മണി, വല്ലാപ്പാടം സിഇഒയായ കെ കൃഷ്ണദാസ്, ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ സീതാരാമൻ, SH കോളേജ് പ്രിൻസിപ്പലായ ഫാദർ ജോൺസൺ പാലക്കപ്പള്ളി, ഒപ്പം തന്നെ ലൈഫ് ഫേ സോളാർ എന്ന കമ്പനിയുടെ സിഇഒ ഡോക്ടർ ജോർജ് കുട്ടി കരിയമ്പള്ളി എന്നിവർക്ക് ഈ അവാർഡ് കൊടുത്തു. ഈ അന്നത്തെ ചടങ്ങിന് വേണ്ടി 7,02,248 രൂപ ചെലവായി എന്നാണ് ടീം സോളാറിന്റെ അന്നത്തെ മീഡിയ മാനേജർ അടക്കമുള്ളവർ പറയുന്നത്. മമ്മൂട്ടി അടക്കമുള്ളവർക്ക് 25,000 രൂപയുടെ അവാർഡ് തുകയായി കൊടുത്തു എന്നും പറയുന്നു. ഈ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ പോലീസിന് സരിതയും ബിജുവും കൊടുത്ത മൊഴിയിൽ മമ്മൂട്ടിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് തനിക്ക് ഇങ്ങനെയൊരു പണം കിട്ടിയിട്ടില്ല എന്നാണ്. എന്തായാലും തങ്ങൾക്ക് കിട്ടിയ അവാർഡ് തുക 25,000 രൂപ വീതം കിട്ടിയ അവാർഡ് തുക തിരിച്ചു നൽകുമെന്ന് മമ്മൂട്ടിയും ഒപ്പം തന്നെ കൊച്ചി മേയർ ടോണി ചമ്മണി അടക്കമുള്ളവർ ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട്. സുജയ, ജോഷി കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷാഫി മേത്തറുടെ രാജി വിവാദം UDF-നുള്ളിൽ തർക്കമാകുന്നു. ഷാഫി മേത്തർക്കെതിരെ തെളിവുണ്ടെങ്കിൽ നൽകണമെന്ന് PC ജോർജിനോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം ടീം സോളാറിന് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ ഉന്നതരുമായുള്ള ബന്ധങ്ങൾ വെളിവാക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ഇടതു സംഘടനകളുടെ പ്രതിഷേധം ഭയന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് മിൽമയുടെ ഉദ്ഘാടന ചടങ്ങ് റദ്ദാക്കി. തിരൂരിലും കോഴിക്കോട്ടും ഇടതു സംഘടനകൾ ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ചു. കനത്ത സുരക്ഷാ വലയത്തിലാണ് കോഴിക്കോട് DCC ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത്. കാലത്ത് മലയാളം സർവകലാശാലയുടെ ഉദ്ഘാടനത്തിനായി എത്തിയ മുഖ്യമന്ത്രിയെ തിരൂരിൽ DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വേദിക്ക് 100 മീറ്റർ മാത്രം അകലെയായിരുന്നു പ്രതിഷേധം. തുടർന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ച മുഖ്യമന്ത്രിയെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപത്ത് DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പലയിടത്തും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നവരെ നേരിടാനായി UDF പ്രവർത്തകരും എത്തിയിരുന്നു. എന്നാൽ റൂട്ട് മാറി സഞ്ചരിച്ച് മുഖ്യമന്ത്രി സംഘർഷം ഒഴിവാക്കുകയായിരുന്നു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി എത്തിയതോടെ DYFI പ്രവർത്തകരും AYF പ്രവർത്തകരും പ്രതിഷേധവുമായെത്തി. നേരിയ സംഘർഷത്തിനൊടുവിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുന്നമംഗലത്ത് LDF പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ മിൽമ പ്ലാന്റിലെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി റദ്ദാക്കി. സംഘർഷമുണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇത്. തുടർന്ന് 3 മണിക്കൂറോളം കോഴിക്കോട് DCC ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭ പുരസ്കാരം നേടിയ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാനായിരുന്നു ചടങ്ങ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്, മലപ്പുറം. സോളാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് INTUC മുഖമാസിക. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ചീഫ് എഡിറ്ററായ ഇന്ത്യൻ തൊഴിലാളി എന്ന മാസികയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ലേഖനം വന്നത്. മാസികയുടെ പ്രിന്ററും പബ്ലിഷറും ധനമന്ത്രി KM മാണിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രൊഫസർ P ഗോപകുമാറാണ്. ഇദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഓഫീസ് കേന്ദ്രീകരിച്ചുണ്ടായ ഗൂഢാലോചനയിലും ഉപജാപങ്ങളിലും മുഖ്യമന്ത്രി ഉത്തരവാദിയല്ലെന്ന് പറയുന്നത് നല്ലൊരു ഭരണാധികാരിക്ക് ചേർന്നതല്ലെന്നാണ് ഇന്ത്യൻ തൊഴിലാളി മാസികയിലെ ലേഖനം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുതാര്യതയല്ല, കെടുകാര്യസ്ഥതയാണ്. കണ്ണും കാതും പൊത്തി നിൽക്കേണ്ട നാണക്കേടുകളുടെ കഥയാണ് ഓരോ ദിവസവും പുറത്തുവരുന്നതെന്നും അധികമായാൽ അമൃതം വിഷം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനം കുറ്റപ്പെടുത്തുന്നു. ധനമന്ത്രി
മന്ത്രി കെ എം മാണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പി ഗോപകുമാർ എന്ന കോന്നി ഗോപകുമാർ മുഖ്യമന്ത്രിയെ വിമർശിച്ച് ലേഖനമെഴുതിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. നേരത്തെ ചീഫ് വിപ്പ് പി സി ജോർജിനെ വിമർശിച്ച് ലേഖനമെഴുതിയ PROയെ ധനമന്ത്രിയുടെ ഓഫീസ് പുറത്താക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മറ്റൊരു പേഴ്സണൽ സ്റ്റാഫ് അംഗം ലേഖന വിവാദത്തിൽ കുടുങ്ങുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മക്കളാണ് മറക്കരുത്. കുമളിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനത്തിനിരയായ 4.5 വയസ്സുകാരൻ ഷഫീഖിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുട്ടി ദ്രവരൂപത്തിലുള്ള ആഹാരം കഴിക്കുന്നുണ്ട്. വെന്റിലേറ്റർ സഹായം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഇന്നലത്തെക്കാട്ടിലും നേരിയ പുരോഗതിയാണെന്ന് കാണിക്കുന്നത്. എസ്പെഷ്യലി വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച സാഹചര്യത്തിൽ കുട്ടി ശ്വാസം വലിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നത് കൊണ്ട് ആശാവഹമായ ഒരു പുരോഗതിയാണെന്ന് പറയും. കുട്ടിയുടെ ഇൻഫെക്ഷന്റെ റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ കൗണ്ട് 14,000 എന്നുള്ളത് 10,000-ലോട്ട് താഴ്ന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു ആശുപത്രിയിൽ നിന്ന്. അഞ്ജുരാജ്, ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ ആശാവഹമായ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. കുട്ടിയുടെ ആരോഗ്യനിലയിലെ പുരോഗതി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെ? സുജയ, തീർച്ചയായും ഷഫീഖിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായതായാണ് ഡോക്ടർമാർ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ കുട്ടിയുടെ വെന്റിലേഷൻ മോഡ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഡോക്ടർമാർ തുടങ്ങിയിരുന്നു. അത് വിജയം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കുട്ടി ഇപ്പോൾ 50% സ്വന്തം നിലയ്ക്ക് ശ്വാസം എടുക്കുന്നുണ്ട്. അതൊരു വലിയ പുരോഗതി തന്നെയാണ്. നാളെ രാവിലെ കുട്ടിയെ തലച്ചോറിലെ നീർക്കെട്ടിന്റെ അളവ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നാളെ രാവിലെ കുട്ടിയെ CT സ്കാനിങ്ങിന് വിധേയനാക്കുന്നുണ്ട്. അണുബാധയുടെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. 14,000-ൽ നിന്ന് 10,000-ൽ താഴെയായി അണുബാധയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കുട്ടിക്ക് ട്യൂബ് വഴി നൽകുന്നുണ്ട്. ഇതിനോടെല്ലാം കുട്ടിയുടെ ശരീരം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. അതുതന്നെ വലിയ ശുഭസൂചനയാണ്. വെന്റിലേഷൻ മോഡ് ഇനിയും കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നാളെ രാവിലെയോടുകൂടി ഡോക്ടർമാർ വീണ്ടും തുടരും. ഇതിനോടെല്ലാം വളരെ പുരോഗതിയാണ് കാണിക്കുന്നത്. ഇതെല്ലാം വളരെ ശുഭസൂചന എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 25% എന്നാണ്. ഇന്നത് 35%-മായി ഉയർന്നിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ചികിത്സയോടെ കുട്ടിയുടെ ശരീരം ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛനെയും രണ്ടാനമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ തെളിവെടുപ്പിനായി നാളെ ഇവർ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഇന്ന് ആശുപത്രിയിൽ ഈ കുട്ടിയുടെ സഹോദരൻ ഷഫീഖിന്റെ സഹോദരൻ ഷെഫിൻ മൂവാറ്റുപുഴയിലെ യത്തീംഖാനയിലാണ് താമസിക്കുന്നത്. ഷെഫിൻ ഇന്ന് ആശുപത്രിയിലെത്തി കുട്ടിയെ കണ്ടിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ കുട്ടി പ്രതികരിച്ചിരുന്നത് തങ്ങൾക്ക് ഭക്ഷണം നൽകില്ലായിരുന്നു, രണ്ടാനമ്മയും ഉപ്പയും ചേർന്ന് തങ്ങളെ മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ കുട്ടിയും പ്രതികരിച്ചിരുന്നു. അഞ്ജുരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ പൊലിഞ്ഞത് 19 ജീവനുകൾ. തിരിഞ്ഞു നോക്കാതെ പട്ടികവർഗ ക്ഷേമ വകുപ്പ്. റിപ്പോർട്ട് കാണാം ഇടവേള കഴിഞ്ഞ്.